ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ എന്താണ് വൈയക്തികമായ കൃത്യമായ ധ്യാനമാണെങ്കിൽ ഇങ്ങനെ 5 ക്യാമറകളും 9 ക്യാമറ ആംഗിളൊക്കെ വേണോ എന്നൊരു ചോദ്യമാണ്. ഇനി അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ധ്യാനമാണ് എന്ന വാദം മുഖവിലേക്കെടുത്താൽ പോലും വാരണാസിയിൽ നാളെ അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ പ്രത്യേകിച്ച് നേട്ടം വേണ്ട കാര്യം, അവിടെ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച ആളാണ്. അവിടെ ജയിക്കണമെങ്കിൽ ധ്യാനം ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷേ കൊൽക്കത്ത എന്ന് പറയുന്ന ബംഗാൾ എന്ന് പറയുന്ന വിവേകാനന്ദന്റെ ഹൃദയത്തിലേറ്റിയ കൊൽക്കത്തയുടെ ചുറ്റും നടക്കുന്ന 9 മണ്ഡലങ്ങൾക്കും നാളെ നടക്കുകയാണ്. അവിടെ അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ ബംഗാളിലെ അടക്കം ഈ സീറ്റുകൾ അതിപ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ വോട്ടാകും എന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീ അനിൽ ബോസ്. അല്ല, ആത്മവിശ്വാസം അല്ലല്ലോ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം കൂടിയാണ്. എങ്ങനെയാണിത് പെരുമാറ്റച്ചട്ട ലംഘനമാകുന്നത്? ഒരാൾ ധ്യാനിക്കുന്നതിനെ നമ്മളാരും എതിർക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത, പിന്നെ അദ്ദേഹത്തിൻ്റെ അവകാശം, അതാർക്കും ആകാം, അതിനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ അവിടെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി എടുത്തോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ സൂക്ഷിക്കാൻ, അതിനും നമുക്ക് വിരോധമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതിന് ശേഷം നരേന്ദ്രമോദി ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സിനിമാ ഷൂട്ടിംഗ് ചെയ്യുന്നത് പോലെ എടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളും വീഡിയോസും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൈമാറുകയും അത് പാർട്ടി കേന്ദ്രങ്ങൾ വഴിയും സർക്കാർ മിഷനറി ഉപയോഗിച്ചും എല്ലാവരുടെയും സൈബർ ഇടങ്ങളിലേക്ക്, വാട്സപ്പിലേക്ക്, ഇൻസ്റ്റയിലേക്ക്, എക്സിലേക്ക്, ഫേസ്ബുക്കിലേക്ക് അടക്കം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇത് ധ്യാനം എന്ന് പറയുന്നാൽ ഇത് ആത്മീയതയുടെ വിൽപ്പനയാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നിഷ്പക്ഷമായ ഒരു സമൂഹത്തെ നയിക്കേണ്ട ഒരു നേതാവിൻ്റെ അധപ്പതനമാണ്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് നാണക്കേടാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനമാണ്, ആത്മീയതയുടെ വ്യാപാരമാണ്, ഇത് നാട്യമാണ്, നാടകമാണ്, ഫാഷൻ ഷോയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ സ്വാമിജി പറഞ്ഞതുപോലെ ഞാൻ ആവേശവും രംഗനും ഒന്നും പറയുന്നില്ല. ഇത് നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ ബാലചന്ദ്ര മേനോനെയാണ് ഞാൻ ഓർക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, അവതരണം, അഭിനയം, ആത്മാവിഷ്കാരം, ബാലചന്ദ്ര മേനോൻ. ഇത് നരേന്ദ്രമോദി നാക്കിയാൽ മതി, ധ്യാനം എന്ന് പറഞ്ഞ് പേര് വിട്ടുകൊടുത്താൽ മതി. അതിനപ്പുറം ഒരു പ്രാധാന്യവും ഇല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ചൂഷണം, എന്തുകൊണ്ട് ഇത്രയും എക്സ്ട്രീമിസത്തിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു? പ്രധാനമന്ത്രി അല്ല, ഇപ്പോൾ കെയർടേക്കർ പ്രധാനമന്ത്രിയാണ്, പരിപൂർണ്ണ അധികാരമില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലില്ല. ഇതിൻ്റെ എക്സ്പെൻസ് ആരാണ് മീറ്റ് ചെയ്യുന്നത്? ഈ വരുന്ന ചെലവ് ഇത് നരേന്ദ്രമോദി വ്യക്തിപരമായിട്ടാണോ എടുക്കുന്നത്, അതോ സർക്കാരാണോ മുടക്കുന്നത്? അങ്ങനെയെങ്കിൽ വ്യക്തിപരമായിട്ടാണ് മുടക്കുന്നതെങ്കിൽ അത് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് കണക്കിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നു ഹാഷ്മി? പോകുന്നതിൻ്റെ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇന്ന് ഇന്ത്യ സഖ്യത്തിനുള്ളത് 116 സീറ്റ് മാത്രമാണ്. നമ്മൾ ഇന്ത്യ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് വേണം, ഇന്ത്യ സഖ്യത്തിന് മാത്രമായി എത്ര സീറ്റ് വർദ്ധിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് 160 സീറ്റ് കടക്കണം. ആ 160 സീറ്റ് കടക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 160 കടക്കുന്നില്ല, ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഹാഷ്മിയുടെ പക്ഷമെങ്കിൽ, അല്ലെ എന്നെ കേൾക്കുന്നവരുടെ പക്ഷമെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് 100 120 സീറ്റ് കടന്നാൽ പോലും ഇപ്പോഴുള്ള BJPയുടെയും NDA സഖ്യത്തിൻ്റെയും ഭൂരിപക്ഷം നഷ്ടപ്പെടും ഹാഷ്മി. ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന, മറ്റിടങ്ങളിൽ നടക്കുന്ന 54ഓളം സീറ്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രീമായി ഒരു തെരഞ്ഞെടുപ്പ് ചട്ടത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഒരു ഗവൺമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, വിശ്വാസ സമൂഹത്തിന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു പ്രധാനമന്ത്രി തന്നെ തറ നീക്കം നടത്തുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിയാനുള്ള ബോധവും ഈ രാജ്യത്തെ ജനതയ്ക്കുണ്ടെന്നാണ് ഓടില്ല. അത് നിങ്ങൾക്ക് ബംഗാളിൽ കാണാൻ കഴിയും. ബംഗാളിൽ ഒറ്റ സെക്കൻഡ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് കൂടുതൽ നേടിയിരിക്കും, ഉറപ്പായിട്ടും നേടിയിരിക്കും. UP ഇവരുടെ കോട്ടയായി, ഇവരെല്ലാ കാലവും കുത്തകയായി കൈവച്ചിരിക്കുന്നിടത്ത് ഇവരുടെ കുത്തക പൊളിച്ചിരിക്കും. ഞങ്ങൾക്ക് ഏകപക്ഷീയമായി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് ഏകപക്ഷീയമായ ഭൂരിപക്ഷം, പക്ഷേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ ജൂൺ 4 എന്തായാലും ആത്യന്തിക ഫലം വരും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.